പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം മുടിയൂർക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാം എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ് കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്ത് നടന്ന തീപിടുത്തം. അതിൽ ഏകദേശം 49ഓളം ഇന്ത്യക്കാർ മരണമടഞ്ഞിട്ടുണ്ടെന്നും അതിൽ 24ഓളം പേർ മലയാളികളാണെന്നുമാണ് നോർക്കയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ ഒരു മുടിയൂർക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് മരിച്ച ആകാശിൻ്റെ വീടിനടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിദാരുണമായൊരു സംഭവമായിരുന്നു. ഏകദേശം 31ഓളം വയസ്സായിരുന്നു ഈ ആകാശിനുണ്ടായിരുന്നത്. ആകാശിന് അച്ഛൻ 2 വയസ്സിൽ തന്നെ നഷ്ടപ്പെട്ടതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചതെന്നാണ് നമുക്ക് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പം അമ്മ ഈ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടാണ് ആകാശിനെയും ആകാശിൻ്റെ മൂത്ത സഹോദരിയും ഇവിടെ വളർത്തി വന്നത്. വലിയ പ്രതീക്ഷകളോടെയാണ് ആകാശ് ഇപ്പം ഗൾഫിലേക്ക് പോയിട്ട് ഇപ്പം ഏകദേശം 6 വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പം 1.5 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഈ അടുത്ത വരവിന് ഈ ഓഗസ്റ്റ് മാസം വന്ന് അദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളുമായി പോയൊരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ജീവനില്ലാത്ത ശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അപ്പം അതിദാരുണമായൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞങ്ങൾ ഇന്നലെ ഒരു 12:30 കൂടിയാണ് ഈ കുവൈറ്റിൽ ഇങ്ങനെ അപകടം സംഭവിച്ച വിവരം അറിയുന്നത്. പക്ഷേ ആകാശിൻ്റെ മരണം അറിയുന്നത് വൈകിട്ട് 6:30-ക്കാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് മാതൃകയായിട്ടുള്ള ഒരു പയ്യനായിരുന്നു ആകാശ്. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ആകാശിൻ്റെ മരണം. ഏകദേശം 8 വർഷത്തിന് മുൻപാണ് കുവൈറ്റിലേക്ക് ജോലിക്ക് പോയത്. 2 വർഷത്തിന് മുൻപ് ലീവിന് വേണ്ടി നാട്ടിൽ വന്നിരുന്നു. അതുപോലെ തന്നെ ഓഗസ്റ്റിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലീവിന് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ടിക്കറ്റ് വരെ എടുത്ത ഒരു കുട്ടിയായിരുന്നു. ആകാശിനെ സംബന്ധിച്ചിടത്തോളം ആകാശിൻ്റെ പിതാവ് കുട്ടിക്ക് 6 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം അതിൻ്റെ അമ്മ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആകാശിനെ വളർത്തിയത്. ആ അമ്മയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത, അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് നാട്ടുകാർക്കടക്കം ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ആകാശിൻ്റെ മരണം. ഞങ്ങളിന്നലെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ചെറിയ വർക്കിന് പോയ സമയത്തായിരുന്നു ഇതുമാതിരി ഇവിടുന്ന് ഒരു ഉച്ചയോടാണ് എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. ഇതുമാതിരി കുവൈറ്റ് അപ്പം രാവിലെ തൊട്ട് ഫ്ലാഷ് ന്യൂസ് TV യിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു കുവൈറ്റിലെ ഇതുമാതിരി അക്കോമഡേഷനിൽ ഇതുമാതിരി തീപിടുത്തം ഉണ്ടായി, കുറേ പേര് മരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇദ്ദേഹം ഉണ്ട് നമ്മുടെ ആരും കാണത്തില്ല എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ മുമ്പോട്ട് പോകാതെ. അപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പം കാര്യത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ അവിടുത്തെ കുവൈറ്റിലുള്ള കൂട്ടുകാരോടൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു, കാര്യങ്ങൾ അന്വേഷിച്ചു. അവരൊക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, ഹോസ്പിറ്റലിലൊക്കെ പോകാൻ തുടങ്ങി. ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴാണ് അപ്പോൾ ഹോസ്പിറ്റലൈസ് ഇവരിപ്പം അവിടെ അടുത്ത് തന്നെ ഒരു 4-5 ഹോസ്പിറ്റലിലാണ് ഈ പരിക്കേറ്റവരെല്ലാം കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കൂട്ടുകാർ മുഖേനയും മറ്റ് സംഘടന മുഖേനയും അസോസിയേഷൻ മുഖേനയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പം അവിടെ ഒന്നും എത്തിയിട്ടില്ല. അപ്പം മിസ്സിങ് ആരുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വന്നത്. അവസാനം ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്കൊരു ലിസ്റ്റ് വന്നു. ഇതുമാതിരി മിസ്സിങ് ആരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടവരുടെ മിസ്സിങ് ആണ് ഇദ്ദേഹത്തിൻ്റെ പരിക്കേറ്റതിലൊന്നും ഇദ്ദേഹത്തിനെ കണ്ടില്ല ഹോസ്പിറ്റലിലൊന്നും. അപ്പം മിസ്സിങ് ആരുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു ലിസ്റ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ കണ്ട ഒരു 5 മണിയൊക്കെ ആയപ്പോൾ. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇന്നലെ വൈകിട്ട് ആ വാർത്ത അറിയുന്നത്. ആകാശ് പോയിട്ട് ഏകദേശം 3 വർഷമായി. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ നമ്മുടെ ഇവിടുത്തെ MP ആൻ്റോ ആൻ്റണി ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കമ്പനിയുമായിട്ടും സർക്കാരുമായി അവിടുത്തെ കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. MP ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഈ ജില്ലയിൽ തന്നെ 4 പേരാണ് അവിടുത്തെ ഈ തീപിടുത്തത്തിൽ മരിച്ചത്. ഈ പ്രദേശത്തെ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഇവിടുത്തെ എല്ലാവരുമായി സഹകരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അത് മാത്രമല്ല ഈ നാട് മൊത്തം വലിയ നടുക്കത്തോടാണ് ഈ വാർത്ത അറിഞ്ഞത്. ഇന്നലെ മുതൽ ഇവിടെ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിന്ന് എത്രയും പെട്ടെന്ന് ബോഡി വീട്ടിലെത്തിക്കാനുള്ള നടപടിയാണ് നോക്കുന്നത്. എല്ലാവരുടെയും ഭാഗത്തുനിന്നും അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നു. കേരളത്തിലെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വിദേശ രാജ്യത്ത് ഇങ്ങനെയുണ്ടായ ഒരു ദാരുണ സംഭവത്തിൽ ഈ മുടിയൂർക്കോണം പ്രദേശത്തുള്ള ജനങ്ങൾ, പന്തളത്തെ മുഴുവൻ ജനങ്ങളും വളരെ വേദനയോടുകൂടിയാണ് ആകാശിൻ്റെ മരണവാർത്ത അറിയുന്നത്. ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്കെല്ലാം വളരെ അടുപ്പവും വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആകാശ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖം
ആ ദുഃഖം അറിയാതിരിക്കാതെ അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയും അദ്ദേഹത്തെ വളർത്തി ഇതുപോലൊരു നല്ല നിലയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആ വേർപാട് ഒരിക്കലും ഈ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരികെ ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെൻറ്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം വിദേശകാര്യമന്ത്രിയെ ഇതിനോടകം തന്നെ കുവൈറ്റിലേക്ക് അയച്ചു. ഇപ്പോൾ രാവിലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി നേരിട്ട് വിളിച്ച് ഫോണിൽ ആകാശിൻ്റെ അമ്മയോടും സഹോദരിയോടും ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. എല്ലാ സഹായങ്ങളും ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അടിയന്തരമായി ഇവിടെ ചെയ്ത് എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയുണ്ടായി. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഈ വീട് സന്ദർശിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ ധീരാ ദുഃഖത്തിലാക്കിയ ഒരു മരണമാണ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ കുടുംബത്തിൽ അദ്ദേഹം പഴയ കാലഘട്ടത്തിൽ ചില രാഷ്ട്രീയ പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും പൊതുജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി സംഭവം അറിയുമ്പോൾ പോലും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വേദന ഉളവാക്കുന്നതാണ്.